കാഞ്ചാർ ലബക്കടയിൽ വ്യാപക മോഷണം. 9ഓളം വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. കൂടാതെ മോഷ്ടാവ് വില്ലേജ് ഓഫീസ് കുത്തിത്തുറക്കാനും ശ്രമിച്ചു. പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പരിശോധന ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ലബക്കടയിലെ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ 9 സ്ഥാപനങ്ങൾ കുത്തിത്തുറന്നാണ് മോഷണവും മോഷണശ്രമവും നടന്നത്. മോഷണത്തെ തുടർന്ന് ലബക്കടയിൽ പ്രവർത്തിക്കുന്ന മിനി സൂപ്പർ മാർക്കറ്റിൽ നിന്നും 2000 രൂപയും സഹകരണ ആശുപത്രിയുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 4000 രൂപയും ഈ സേവന കേന്ദ്രത്തിൽ നിന്നും 1500 രൂപയും മോഷണം പോയി. അക്ഷയ കേന്ദ്രത്തിൽ നിന്നും 10000 രൂപയോളം മോഷണം പോയിട്ടുണ്ട്. തുണിക്കട, സമീപത്തെ ഓയിൽ മിൽ എന്നിവിടങ്ങളിൽ മോഷണം നടന്നുവെങ്കിലും ഒന്നും നഷ്ടമായിട്ടില്ല. കാഞ്ചാർ വില്ലേജ് ഓഫീസിലും ടൗണിലെ വർക്ക്ഷോപ്പ്, ലോട്ടറിക്കട, കള്ളുഷാപ്പ് എന്നീ സ്ഥാപനങ്ങളും മോഷ്ടാവ് കുത്തിത്തുറക്കാൻ ശ്രമിച്ചു. അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച രേഖകളെല്ലാം സമീപത്ത് കൊണ്ടുപോയി നിരത്തിയിട്ട് മോഷ്ടാവ് പരിശോധിച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങൾ കുത്തിത്തുറക്കാൻ ശ്രമിച്ച ഉപകരണം സമീപത്തു നിന്നും പോലീസ് കണ്ടെടുത്തു. കട തുറന്നപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നതെന്ന് ലബക്കടയിലെ അക്ഷയ കേന്ദ്രം നടത്തിപ്പുകാരിയായ റിജിമോൾ ജേക്കബ് പറഞ്ഞു. അകത്തിരിക്കുന്നതിൽ ഡ്രോയർ തുറന്നെല്ലാം പൂട്ടെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു നോക്കാൻ പറ്റിയല്ല. അവർ ഇപ്പം പോലീസുകാർ പറഞ്ഞത് അത് അവർ വന്നിട്ടേ ചെയ്യാവുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര പോയെന്നറിയാൻ പറ്റിയല്ല, പൈസ എങ്ങനെ പോയേക്കുന്നതെന്നൊന്നും നോക്കാൻ പറ്റിയല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റും എല്ലാം ബാഗിൽ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ അത് അല്ലാതെ ഇതിൻ്റെ അകത്ത് എല്ലാ ഡ്രോയും തുറന്നിട്ടേക്കും. മോഷണശ്രമത്തിൽ ധാരാളം കടകൾക്ക് നാശനഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടുള്ളതായി വ്യാപാരിയായ നൂപ്പിൾ പറഞ്ഞു. രാവിലെ വന്നപ്പോഴാണ് അറിഞ്ഞത് പൂട്ട് തുറന്നായിട്ട് പറഞ്ഞു. 2000-ഓളം പൈസ പോയിട്ടുണ്ട്. ആദ്യമായിട്ട് പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് കാഞ്ചിയാർ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ബാബുസ്കറിയ ആവശ്യപ്പെട്ടു. ധാരാളം കടകളിൽ അതിനോടനുബന്ധിച്ച് നാശനഷ്ടങ്ങളും അതുപോലൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. അക്ഷയ കേന്ദ്രത്തിന് ഏകദേശം 10000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ടായെന്നാണ് അറിവ്. അതുപോലെ തന്നെ പല വ്യാപാര സ്ഥാപനങ്ങളിലും പല വ്യാപാര സ്ഥാപനങ്ങളിലും ഇപ്പോൾ നിരവധിയായ പണവും അതുപോലൊപ്പം തന്നെ സാമ്പത്തികമായ പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പോലീസ് വരികയും യഥാസമയങ്ങളിൽ കേസും മറ്റുള്ള കാര്യങ്ങൾ എടുക്കുകയും ഉടൻ തന്നെ പോലീസ് ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റും വരികയും അന്വേഷണം ഊർജിതമാക്കുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ പോലീസിന്റെ ഒരു അന്വേഷണം, നൈറ്റ് പട്രോളിംഗ് ആവശ്യമാണെന്നാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ പേരിൽ എനിക്ക് പറയാനുള്ളത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും മുഖം മൂടി വെച്ച് കയ്യുറ ധരിച്ച കള്ളൻ മോഷണം നടത്തുന്ന വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളാണ് ലഭിച്ചത്. അതിനാൽ അന്വേഷണം പോലീസിന് ദുഷ്കരമാകും.